മാറുകയാണ്. അതിനനുസരിച്ച് നിരീക്ഷിക്കാൻ കഴിയണം. പഠനത്തിലൂടെ എന്തൊക്കെ കഴിവുകൾ നേടണം എന്ന ബോധം അപ്പോഴാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിപ്പിക്കലോ പരീക്ഷ മാത്രം മുന്നിൽ കണ്ടുള്ള പഠിക്കലോ ഇനിയുണ്ടാകരുത്. വൈജ്ഞാനിക മേഖലയിൽ തങ്ങൾക്ക് താല്പര്യമുള്ളത് എന്തും വിദ്യാർത്ഥികൾക്ക് പഠിക്കാം. അതാണ് ഈ 4 വർഷ ബിരുദത്തിന്റെ ഗുണം. നമസ്കാരം. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കാലം മാറുകയാണ്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉടച്ചുവാർക്കലിന്റെ പാതയിലും. ഇനി മുതൽ ബിരുദ കാലാവധി 4 വർഷം. 3 വർഷം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദവും 4 വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഹോണേഴ്സ് ബിരുദവും കരസ്ഥമാകും. ഹോണേഴ്സ് ബിരുദം നേടുന്നവർക്ക് PG 1 വർഷം മതിയാകും. തുടങ്ങിയ സമഗ്ര പരിവർത്തനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ കാലവും ഉയരെ നിന്നിട്ടുള്ള കേരളത്തിൽ പുതുപരിഷ്കാരങ്ങൾ കൂടുതൽ ഉണർവേകുമോ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളും പോരായ്മകളും പുതിയ പരിഷ്കരണത്തിലൂടെ മറികടക്കാനാകുമോ? വിദ്യാഭ്യാസത്തിന് വിദേശം തെരഞ്ഞെടുക്കുന്ന പുതിയ തലമുറയെ ആകർഷിക്കാൻ ഉതകുന്നതാണോ ഈ പുതിയ പരിഷ്കാരം? പരിശോധിക്കാം. ചർച്ചയിൽ നമുക്കൊപ്പം വിദ്യാഭ്യാസ വിദഗ്ധൻ ശ്രീ ഷാജിർ ഖാൻ, ഒപ്പം KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്, കോളേജ് അധ്യാപകൻ ഏഞ്ചലോ മാത്യു. 3 അതിഥികളെയും സ്വാഗതം ചെയ്യുകയാണ് ചർച്ചയിലേക്ക്. ആദ്യം നമുക്കൊപ്പം വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള ശ്രീ ഷാജിർ ഖാനാണുള്ളത്. ശ്രീ ഷാജിർ ഖാൻ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് ഈ പുതിയ മാറ്റം. എങ്ങനെയാണ് ഈ മാറ്റം? എന്തൊക്കെയാണ് മാറ്റങ്ങൾ? പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ആരംഭിക്കുന്ന ഈ 4 വർഷ ഡിഗ്രി കോഴ്സ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്നതാണ്. വൈജ്ഞാനിക മേഖലയിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് എന്തും പഠിക്കാമെന്നാണ്. അങ്ങനെ എന്തും പഠിക്കാവുന്നതല്ല ഉന്നത വിദ്യാഭ്യാസ മേഖല. അദ്ദേഹത്തോട് വിനയപൂർവ്വം ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം എന്നത് ഒരു സവിശേഷ പഠന മേഖലയാണ്. ഒരു വിഷയാധിഷ്ഠിതമായി ഒരു വിഷയത്തെ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു വിഷയബന്ധിത പഠന സമ്പ്രദായത്തെയാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷം എന്ന പേരിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്തും പഠിക്കാം. ഒരു നിശ്ചിതമായ സിലബസോ നിശ്ചിതമായ ഒരു കോഴ്സോ ആവശ്യമില്ല. ഇപ്പൊ ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന് അവർ പറയാ, കോഴ്സ് പോലും അല്ല, അത് പ്രോഗ്രാം, അതൊരു പരിപാടിയാണ്. ആ പരിപാടി അക്കാദമികമാണോ എന്ന് ചോദിച്ചാൽ അക്കാദമികമാകണമെങ്കിൽ വിഷയബന്ധിതമാകണം. ഒരു മെയിൻ സബ്ജക്ട് ഉണ്ടാവണം. 4 ഇയർ ഡിഗ്രി കോഴ്സിൽ എവിടെയാണ് മെയിൻ സബ്ജക്ട് പഠിപ്പിക്കുന്നത്? ഇപ്പൊ നിരവധി കോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ വാല്യൂ ആഡഡ് കോഴ്സ്, അതല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് കോഴ്സ്, അങ്ങനെ കുറെ കോഴ്സുകൾ, കുറെ പ്രോഗ്രാമുകൾ എന്നാ പറയാ. ആ പ്രോഗ്രാമുകൾ അത് നിർമ്മിക്കാൻ അധ്യാപകരെ കൊടുത്തിരിക്കുന്നു. എന്താണ് സിലബസ് എന്ന് അറിഞ്ഞുകൂടാ, എന്താണ് കരിക്കുലം എന്ന് അറിയില്ല. ആ കരിക്കുലത്തെ സംബന്ധിക്കുന്ന ഒരു വ്യക്തതയും അധ്യാപകർക്കോ വിദ്യാഭ്യാസ മേഖലയുള്ളവർക്കോ ഇല്ല. പക്ഷെ 4 വർഷം എന്ന് പറയുമ്പോൾ ഡിഗ്രി ഇപ്പോ അതിന്റെ ഒറിജിനൽ സങ്കല്പം അനുസരിച്ച് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പോ ഇടയ്ക്ക് കയറാം, ഇടയ്ക്ക് ഇറങ്ങിപ്പോകാം. അങ്ങനെയാണ് ദേശീയ തലത്തിൽ അത് വിഭാവന ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ 3ാമത്തെ വർഷം ഇറങ്ങിപ്പോകാം, 4ാമത്തെ വർഷം വേണമെങ്കിൽ തുടരാം, 4ാമത്തെ വർഷം ഓണേഴ്സ്, അങ്ങനെ തുടരുന്നവർക്ക് ഓണേഴ്സ് കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് അത് PG തുല്യമാണ്. അതല്ലെങ്കിൽ റിസർച്ച് അതിലേക്ക് പോകാനുള്ള യോഗ്യത കോഴ്സായിട്ടും അതിനെ പരിഗണിക്കും. അപ്പൊ എന്ന് പറയുമ്പോൾ അതിലൂടെ PG ഇല്ലാതാവുകയാണ്. ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസം, ഡിഗ്രി മാത്രമല്ല ഇല്ലാതാകുന്നു, ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. അവിടെ ബിരുദം എന്നത് ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു വിഷയത്തെ അത് കേന്ദ്രമാക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളിലൂടെ കുട്ടികൾ, ഇപ്പൊ ഉദാഹരണത്തിന് 1ാമത്തെ സെമസ്റ്റർ, 1, 2 സെമസ്റ്ററുകളെ കുറിച്ച് പറയുന്നത്, അതിൽ യോഗ, സ്പോർട്സ്, മ്യൂസിക്, അങ്ങനെ വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകൾ പഠിക്കാം. ആ വ്യത്യസ്തമായ സബ്ജക്ട് പഠിക്കാനാണോ ഡിഗ്രി? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ഫിസിക്സ് പഠിക്കണ്ടേ? ഫിസിക്സ് മെയിൻ മുഖ്യ വിഷയം. അതല്ലെങ്കിൽ ലിറ്ററേച്ചർ, അത് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റണ്ടേ? അപ്പം ഈ 4 ഇയർ ഡിഗ്രി കോഴ്സ് പ്രകാരം അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വിഷയ പഠന മേഖല ഇല്ലാത്ത, അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ആഴമാർന്ന പഠനമോ ഗവേഷണമോ ഇല്ലാത്ത ഒരു സമ്പ്രദായം. ഇപ്പോൾ DPEPയുടെ തുടർച്ചയായി അക്ഷരവും എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത വിദ്യാർത്ഥികൾക്ക് അവർ SSLC പാസ്സാകുന്നു, അതല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയ പഠനമോ ഗവേഷണമോ സാധ്യമാകുന്നില്ല.
പകരം അവർക്ക് ഒരു സ്കില്ല് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, ഒരു തൊഴിൽ വിപണിയിലെ ഒരു സ്കില്ലിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ പറയുന്നത് അതിനെ പറ്റിയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലോ ഇന്ത്യയിലെ തന്നെയോ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ ഈ 4 ഇയർ 4 വർഷം എന്ന പേര് വെച്ച ബോർഡ് വെച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ പോയി പണിയെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ കലാലയം അല്ലെങ്കിൽ പിന്നെ ക്യാമ്പസിൽ നടക്കേണ്ടുന്ന സർഗാത്മക പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ അതെല്ലാം ചുരുങ്ങുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റുകൾ, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സിംഗിൾ എക്സിറ്റ് പോയിന്റ് ആണെങ്കിൽ പോലും ആ എക്സിറ്റ് പോയിന്റിലൂടെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ സുനിശ്ചിതമായ ഒരു കോഴ്സ് അല്ല. ഇപ്പൊ 4 വർഷ കോഴ്സ് 4 വർഷം പൂർത്തിയാക്കണമെന്നില്ലല്ലോ. അതിനിടയ്ക്ക് വെച്ച് പോകാം എന്ന് പറയുമ്പോൾ പിന്നെ അതിനെങ്ങനെയാണ് നമ്മൾ 4 വർഷ കോഴ്സ് എന്ന് വിളിക്കുന്നത്? ഇപ്പൊ നമ്മൾ ത്രിവത്സര ബിരുദ കോഴ്സിൽ അങ്ങനെ പോകാൻ പറ്റില്ല. ത്രിവത്സരം 3 വർഷം പൂർത്തിയാക്കണം. 3 വർഷം കൊണ്ട് പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ സ്വന്തം സബ്ജക്റ്റിന്മേൽ ഒരൊറ്റ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, പക്ഷെ ആ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു വലിയ പ്രതിസന്ധിയാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് കൂടി നമുക്ക് പങ്കുചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, എന്തായാലും 4 വർഷ ബിരുദത്തിനുള്ള തുടക്കം ഇന്ന് മുഖ്യമന്ത്രി നടത്തിക്കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് കണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കട്ടെ, ഏറ്റവും പ്രധാനമായി ഈ വിദ്യാർത്ഥികളുടെ അക്കാദമിക തലത്തിനെ ഏതെങ്കിലും തരത്തിൽ ഇത് ഈ 4 വർഷ ബിരുദം ബാധിക്കുന്നുണ്ടോ? എന്താണ് KSUവിന്റെ നിലപാട്? ഇവിടെ 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഗുരുതരമായ പല സാഹചര്യങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ആശങ്കയും ആശയക്കുഴപ്പവും ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപ്പിൽ വരുത്തുന്ന രീതിയും പ്രായോഗിക തലത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംബന്ധിച്ചുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ നല്ല വശങ്ങളുമുണ്ട്. കൃത്യമായി അത് ഫലപ്രദമായ രീതിയിൽ ഈ പറയപ്പെട്ട എല്ലാ സൗകര്യങ്ങളോടും കൂടെ എല്ലാ തരത്തിലുള്ള മികവോടും കൂടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ നിലവാരവും ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ രാജ്യാന്തര തലത്തിലുള്ള ഒരു പഠന രീതിയാണെന്നും ഈ പറഞ്ഞ ജോബ് പ്രൊഫൈൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ സതുദ്ദേശത്തോടെയാണ് അത് നടപ്പിലാക്കുന്നത് എങ്കിൽ അങ്ങനെ വ്യത്യസ്ത തലത്തിൽ ഗവേഷണ തലത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ കഴിയുന്ന സാഹചര്യമൊക്കെ ഒരു വശത്തുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ സർക്കാർ ഈ വിഷയത്തിൽ നടപ്പിലാക്കിയ രീതിയും അതിൻ്റെ ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങളും ഏതാണ്ട് അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സിലബസുകൾ പോലും തയ്യാറാക്കാതെ വിദ്യാർത്ഥികൾ എന്ത് പഠിക്കണം തീരുമാനിക്കാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്. താൻ ഏത് വിഷയത്തിൽ ഡിഗ്രി എടുക്കണം, അതിൻ്റെ ഉപരി വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കണം, അത് ഏതൊക്കെ വിഷയത്തിൽ ഗാഢമായ പഠനം നടത്തണം, അങ്ങനെ എല്ലാ മേഖലയെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാനും അറിയാനുമുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെ പോലും കൃത്യമായി ഹനിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഈ കോഴ്സുമായി പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട സിലബസുകളൊന്നും തന്നെ ഇതുവരെയും കേരളത്തിലെ സർവകലാശാലകളിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത്. കേവലം 1-2 സെമസ്റ്ററുകളിലേക്ക് അല്ലെങ്കിൽ ചുരുക്കം ചില സെമസ്റ്ററുകളിലേക്ക് മാത്രം ബഹുഭൂരിപക്ഷം പ്രോഗ്രാമുകളിലും സിലബസ് പ്രസിദ്ധീകരിക്കുന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലാണ്. ഒരു തരത്തിലുള്ള ധാരണയും അത് സംബന്ധിച്ച് സർവകലാശാലകൾക്കോ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിനോ ഇല്ല. ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കേണ്ട, മുൻകൈ എടുക്കേണ്ട അധികാരികളെ സംബന്ധിച്ച് കൈമലർത്തുന്നൊരു സാഹചര്യം. കോഴ്സുകൾ സംബന്ധിച്ച് സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സെലക്ട് ചെയ്യുന്നതിനായിട്ട് കോഴ്സ് ബാസ്ക്കറ്റുകൾ ഉണ്ടാവുന്നതാണ്. ബാസ്ക്കറ്റ് പോയിട്ടൊരു കപ്പ് പോലും കോഴ്സുകളെ സംബന്ധിച്ചില്ല. അത്രയും ദയനീയമായ രീതിയിലേക്ക് ഇതിൻ്റെ പ്രാരംഭ സിലബസ് രൂപീകരണം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന പ്രവർത്തനമാണ്. ബാക്കിയുള്ള കാര്യം ഇവർ ഈ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന ഇതിൻ്റെ അന്തർദേശീയ തലവും അതിൻ്റെ പഠന നിലവാരവും വിദ്യാർത്ഥികളുടെ മനോനിലയും ക്യാമ്പസ് അന്തരീക്ഷവും അതൊക്കെ മറ്റൊരു വശമാണ്. അടിസ്ഥാനപരമായി ഉണ്ടാക്കേണ്ട സിലബസ് പോലും കൃത്യമായി കൈകാര്യം ചെയ്യാതെയാണ് ഒന്ന് ഈ പ്രക്രിയയിലേക്ക് കടന്നത്. പിന്നെ ഇത് സംബന്ധിച്ച് വരുന്ന ഒരുപാട് ആശങ്കകൾ നിലവിൽ ഇപ്പോഴുമുണ്ട്. ഇതിൻ്റെ മൂല്യനിർണ്ണയം ഉൾപ്പെടെ ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള പ്രതിസന്ധികൾ പരീക്ഷാ നടത്തിപ്പിലും അതിൻ്റെ മൂല്യനിർണ്ണയത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ 1, 3, 5 സെമസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സെമസ്റ്ററുകളിലെല്ലാം എവിടെയാണ് ഇതിൻ്റെ വാല്യുവേഷനും പരീക്ഷാ നടത്തിപ്പും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കലും എല്ലാം നടക്കുന്നത്? അതത് കോളേജുകളിലാണ്.
അങ്ങനെ മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടെ വലിയ അപാകതകൾ സംഭവിക്കാൻ പോകുന്ന വീഴ്ചകൾ, ഇത്രയധികം കുട്ടികൾ, ഇത്രയധികം ക്യാമ്പസുകൾ, ഇത്രയധികം കോഴ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്റേൺഷിപ്പുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാർഗരേഖയും വ്യക്തതയും ഇല്ലാതെ വ്യത്യസ്തമായ പല ആശങ്കകൾ, ക്രെഡിറ്റ് ഫോർമുലയാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം. ആ ക്രെഡിറ്റ് ഫോർമുലയിൽ പോലും UGC നിഷ്കർഷിക്കുന്ന ക്രെഡിറ്റ് ഫോർമുലയും സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഈ പറഞ്ഞ സർവകലാശാല പ്രോഗ്രാമുകളുടെ ഭാഗമായി മുന്നോട്ട് വച്ചിട്ടുള്ള ക്രെഡിറ്റ് ഫോർമുലയൊക്കെ തമ്മിലുള്ള വൈരുദ്ധ്യവും അന്തരവും ഒക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആ ആശങ്കയും പ്രയാസവും ഒക്കെ തന്നെയാണ് KSU ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മേനി നടിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ എന്തോ വലിയ ഇതിന്റെ ഭാഗമാണ്, മേനിയുടെ ഭാഗമാണ് എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥി താല്പര്യം മുൻനിർത്തിയിട്ട് ഈ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ ഈ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നതേ അംഗീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്കിനെയും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളെയും വിദ്യാർത്ഥികളെ ഭാവിയെ വെച്ച് പന്താടുന്ന നിലപാടിൽ അംഗീകരിക്കാൻ കഴിയും. തീർച്ചയായും അത് തന്നെയാണ് ശ്രീ ഷാജിർ ഖാൻ. ഇപ്പോൾ ശ്രീ ഷമാസ് പറഞ്ഞതുപോലെ തന്നെ ന്യൂനതകൾ അദ്ദേഹം കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. ഈ ഒരു പദ്ധതിയുടെ ന്യൂനതകൾ, അത്തരത്തിൽ ന്യൂനതകൾ ഇല്ല എങ്കിൽ, ന്യൂനതകൾ മറികടക്കുകയാണെങ്കിൽ തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊരു നിർണായക ചുവട് തന്നെയാണ് ഈ ഒരു പദ്ധതി എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരത്തിലൊരു പരിഷ്കരണം കൊണ്ടുവരുന്നതിലൂടെ എന്തായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല ലക്ഷ്യം വെക്കുന്നത്? അല്ല, ഇത് ഒരു കേവലം ന്യൂനതകളുടെ മാത്രം പ്രശ്നമല്ല. അതായത് ഇതിന്റെ പാഠ്യപദ്ധതി സമീപനവും അതിന്റെ സങ്കല്പങ്ങളും അടിസ്ഥാനപരമായി ഉന്നത വിദ്യാഭ്യാസത്തിന് നിരക്കുന്നതല്ല. അത് അക്കാദമികമല്ല. അത് ഒരടിസ്ഥാനത്തിലും നമ്മുടേതുപോലൊരു സമൂഹത്തിൽ, നമ്മുടേതുപോലൊരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ പ്രായോഗികമാക്കാവുന്നതോ നടപ്പിലാക്കാവുന്നതോ അല്ല. അതിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു അടിസ്ഥാനവും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകില്ല. അതാണ് പ്രശ്നം. ഏത് തരത്തിലാണ് വിദ്യാർത്ഥികളെ അത് ബാധിക്കുന്നത്? അതൊന്ന് വിശദമാക്കാമോ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 3 വർഷ കോഴ്സിൽ ഒരു മെയിൻ സബ്ജക്റ്റ് ഉണ്ട്. 4 വർഷ കോഴ്സിലെ സബ്ജക്ട് ഏതാണ്? നമ്മളിപ്പോ പഠിക്കുന്ന വിദ്യാർത്ഥി ഇപ്പൊ പ്രവേശനം, കുറെ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം കൊടുത്തല്ലോ. അവർക്ക് 4 വർഷ ബിരുദ കോഴ്സിൽ അവർ പ്രവേശനം നേടിയിരിക്കുന്ന സബ്ജക്ട് ഏതാണെന്ന് അവരോട് ചോദിക്കാവോ? അങ്ങനെ ഒരു സബ്ജക്ട് ഇല്ല. കാരണം ഏതെങ്കിലും ഇപ്പൊ നമ്മള് BA ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഓക്കെ, അല്ലെങ്കിൽ BSc ഫിസിക്സ്, അല്ലെങ്കിൽ BSc കെമിസ്ട്രി, നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ത്രിവത്സര ഡിഗ്രി കോഴ്സിൽ ചേരുന്ന സബ്ജക്റ്റ് ആണ്. ഞാൻ ചോദിക്കുന്നത് ഈ കോഴ്സിലെ സബ്ജക്ട് ഏതാണ്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ 4 വർഷ കോഴ്സിന് 4 വർഷ പ്രോഗ്രാമിലേക്ക് ചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ മുഖ്യ വിഷയം തിരഞ്ഞെടുക്കണമെങ്കിൽ 2-3 സെമസ്റ്ററുകൾക്ക് ശേഷം വ്യത്യസ്തങ്ങൾ മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ എന്നാണ്. അതിനുശേഷം വിദ്യാർത്ഥി തിരഞ്ഞെടുത്താൽ മതി മുഖ്യ വിഷയം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി വിഷയാധിഷ്ഠിതമായ ഒരു പഠനത്തെ നിർദ്ദേശിക്കാത്ത ഈ കോഴ്സുകൾ അസംബന്ധമാണ്. അതിനെ ഒരു ഡിഗ്രി കോഴ്സ് എന്ന് വിളിക്കാനാവില്ല. ഇപ്പൊ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പരീക്ഷണാർത്ഥം നടപ്പിലാക്കിയല്ലോ. കർണാടകയിൽ നടപ്പിലാക്കിയിട്ട് അത് പിൻവലിച്ചു. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. പക്ഷേ ഇപ്പൊ വലിയ പ്രതിസന്ധിയിലായി. വിദ്യാർത്ഥികൾ ഈ എക്സിറ്റ് പോയിന്റിലൂടെ പുറത്തേക്ക് പോയ കുട്ടികൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പകുതി വിദ്യാർത്ഥികളായിട്ട് കുറഞ്ഞു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പല സർവകലാശാലകളും ക്രൈസിസിലാണ്. അവരത് പിൻവലിക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടത്തും ചില യൂണിവേഴ്സിറ്റികൾ അത് പിൻവലിച്ചു. ഇതാണല്ലോ ഇന്ത്യയിലെ അനുഭവത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ സാഹചര്യം വ്യത്യസ്തമാണ്. നമ്മൾ അതിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ത്രിവത്സര കോഴ്സ് ഇത് വേണ്ട എന്ന് ആരാണ് പറഞ്ഞത്? ഏത് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു കോഴ്സ് ആരംഭിക്കുവാൻ, 4 വർഷ ഡിഗ്രി കോഴ്സ് ആരംഭിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ടോ? അക്കാഡമിക് കൗൺസിലോ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ തീരുമാനമാണോ? അല്ലല്ലോ. ഇത് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്ത് സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട് സർവകലാശാലകളുടെ അക്കാദമികമായ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുകയാണ്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ക്ലാസ് കൊടുക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ട് ഇതിനുവേണ്ടി പ്രവേശനോത്സവം അതല്ലെങ്കിൽ വിജ്ഞാനോത്സവം നേരിട്ട് വിളിച്ചുകൂട്ടി അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അതാണോ? അതിലൂടെ ഇപ്പൊ ഈ അധ്യാപകരോട് ചോദിച്ചു നോക്കും. ഇപ്പൊ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇതിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് അവരോട് പറഞ്ഞിട്ട് ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ടാക്കണം. അതെങ്ങനെ വാല്യൂ ആഡഡ് കോഴ്സ് ഒക്കെ ഉണ്ട്? എന്താണ് ഈ വാല്യൂ ആഡഡ് കോഴ്സ്? ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ സ്കിൽ ബേസ്ഡ് കോഴ്സ് ഉണ്ടാക്കാൻ പറ്റുക? അപ്പൊ അങ്ങനെ വ്യത്യസ്തങ്ങളായ കോഴ്സ് പിന്നെ ഈ പ്രോഗ്രാമുകൾ നിർമ്മിക്കാൻ. അപ്പൊ ഇന്നലെ ഒരു അധ്യാപകൻ പറഞ്ഞത് 22 മോഡ്യൂൾസ് അദ്ദേഹത്തോട് തയ്യാറാക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് ഇന്നലെ രാത്രി 2 മണി 3 മണി ഉറക്കെ വിളിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾ എന്താണ് തയ്യാറാക്കുന്നത്? അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എന്താണ്? UGC കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ ഒരു മോഡൽ മാത്രമാണ്. ആ മോഡൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന സാധനം രൂപീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സിലബസ് രൂപീകരിക്കാതെ, ഒരു കരിക്കുലം രൂപീകരിക്കാതെ, സിലബസ് രൂപീകരിക്കണമെങ്കിൽ കരിക്കുലം വേണം. എന്താണ് ഈ 4 ഇയർ ഡിഗ്രി കോഴ്സിന്റെ കരിക്കുലം? അങ്ങനെ ഒരു സുനിശ്ചിതമായ കരിക്കുലം ഇല്ല. സുനിശ്ചിതമായ ഒരു പാഠ്യപദ്ധതി ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല.
അങ്ങനെ നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് സ്കിൽ ബേസ്ഡും, അതായത് മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള തൊഴിൽ വിപണിയിലേക്ക് കുട്ടികൾക്ക് ചില പരിശീലനങ്ങൾ കൊടുക്കുക. ചില സ്കിൽ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള ചില സ്കില്ലുകൾ പരിശീലിപ്പിക്കുക. അത് തന്നെ ഷോർട്ട് ടൈം കോഴ്സസ് ആണ്. അത് 1 വർഷം കൊണ്ടും കുട്ടിക്ക് പുറത്തേക്ക് പോകാം. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോയിന്റുകൾ വെക്കുന്നത്, പുറത്തേക്കുള്ള വഴി ഇടുന്നത്. 3 വർഷം കൊണ്ട് ഒരു കോഴ്സ് പൂർത്തിയാക്കേണ്ടതില്ല, അത് ആവശ്യമില്ല. 4 വർഷവും ആവശ്യമില്ല. 4 വർഷം, ആ 4 വർഷത്തിനിടയ്ക്ക് വ്യത്യസ്തമായ മോഡ്യൂളുകൾ, വ്യത്യസ്ത ഷോർട്ട് ടൈം കോഴ്സുകൾ, ആ വ്യത്യസ്തമായ മോഡ്യൂളുകളിൽ കടന്നു പോവുക. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് എന്ത് തരം വിദ്യാഭ്യാസമാണ്? അത് ഉന്നത വിദ്യാഭ്യാസമേ അല്ല, അത് അധോഗതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് നേർ വിപരീതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സങ്കല്പമാണ് അവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സി രാധാകൃഷ്ണൻ, സാറ ജോസഫ്, പ്രൊഫസർ എം എൻ കാരശ്ശേരി, ഡോക്ടർ ജയപ്രഭാഷ്, പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ, അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണർ മുഴുവൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയല്ലോ. അവരെന്താ പറഞ്ഞത്? ഈ കോഴ്സുമായി മുന്നോട്ട് പോകരുത്, ഇത് സർവകലാശാലകളെ തകർക്കും എന്നാ പറഞ്ഞു. അപ്പൊ സർവകലാശാലകളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സവിശേഷ പഠന സമ്പ്രദായത്തെ, അതാണ് ഞാൻ പറഞ്ഞത്, വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഗവേഷണം നടത്തുവാൻ ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കുന്ന ഒരു പഠന സമ്പ്രദായത്തെയാണ് നമ്മൾ സർവകലാശാല വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ത്രിവത്സര ബിരുദ കോഴ്സ്. പക്ഷെ ത്രിവത്സര ബിരുദ കോഴ്സ് പോരാത്തത് കൊണ്ടാണ് ബിരുദാനന്തര ബിരുദം എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഈ ബിരുദാനന്തര ബിരുദവും ഇല്ല. കാരണം അത് ഈ പറയുന്ന 1 വർഷം കൊണ്ട് അത് അവസാനിപ്പിക്കാനാണ് ഒറിജിനൽ ഘടന. കേരളത്തിൽ 1 വർഷം കൊണ്ട് പഠിച്ചാൽ മതി എന്ന സമ്പ്രദായം. തൽക്കാലം അവർ ബിരുദാനന്തര ബിരുദം മാറ്റിയിട്ടില്ല. പക്ഷെ ബിരുദാനന്തര ബിരുദം ഈ 4 വർഷം പഠിച്ചാൽ ബിരുദാനന്തര ബിരുദത്തിനോ അതിനപ്പുറം ഓണേഴ്സ് ഡിഗ്രിയോ കിട്ടുമെങ്കിൽ അത് റിസർച്ച് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ആയിട്ട് അത് പരിഗണിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ബിരുദാനന്തര ബിരുദം? അപ്പൊ ബിരുദാനന്തര ബിരുദത്തെ കൂടി ഇല്ലാതാക്കുകയാണ്. അപ്പൊ PG വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെ കൂടി അട്ടിമറിക്കുന്നതാണ് ഈ പറയുന്ന 4 ഇയർ ഡിഗ്രി കോഴ്സ്. നമുക്ക് ചിന്തിക്കാനാകാത്ത, സങ്കല്പിക്കാനാകാത്ത. അതെ, തീർച്ചയായും താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. ശ്രീ ഷമ്മാസ്, ഇപ്പോൾ എന്തായാലും കാലാനുസൃതമായ പരിവർത്തനം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. അത് ഉണ്ടാവുകയും വേണം, അക്കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലൊരു മാറ്റമായി കണ്ടുകൂടെ ഇതിനെ? അല്ല, മാറ്റങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാരമ്പര്യം തന്നെയാണ്, ആ ഒരു രീതി തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തുറന്നു പോയിട്ടുള്ളത്. അത് കാലോചിതമായ അതിനനുസരിച്ചുള്ള നിലപാടുകളും സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. പൂർണ്ണമായും ഇതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില തിടുക്കങ്ങളെയും ആ ഒരു ചില അസ്വാഭാവികതകളുണ്ട്. എന്തോ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ചില നീക്കങ്ങൾ പോലെ ആ രീതിയിലേക്കൊക്കെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ ശ്രദ്ധിച്ചാൽ എന്തോ വലിയൊരു വിപ്ലവകരമായ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇതേത് വിപ്ലവകരമായ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് വന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കേന്ദ്രത്തിൽ BJP ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി രാജ്യത്താകമാനം എതിർക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പദ്ധതി, ഒരു പോളിസിയാണ് ഇവിടെ വളരെ കുറുക്കു വഴികളിലൂടെ ഇതെല്ലാം എന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് ആരെ തൃപ്തിപ്പെടുത്താൻ, ഏത് രീതിയിലാണ് അതിന്റെ താല്പര്യങ്ങൾ മുന്നോട്ട് പോകുന്നതൊക്കെ ഒരു വശം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആത്യന്തികമായി ഇതിന്റെ പ്രശ്നം ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും അപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംവിധാനത്തിന്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകമായ സവിശേഷത എന്ന് പറയുന്നത് അഭ്യസ്തവിദ്യരായ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത്. അവരാണ് ഈ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വലിയ അംഗീകാരത്തോടും തൊഴിലവസരങ്ങളും ഒക്കെ നേടി ഈ നാടിൻ്റെ ഒരു പൊതു റിസോഴ്സ് എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ നാട്ടിലെ കഴിവും പ്രാപ്തിയുമുള്ള വിദ്യാർത്ഥി യുവ തലമുറയാണ്. ആ തലമുറയെ അങ്ങ് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് വളം വെച്ച് കൊടുക്കാൻ വേണ്ടി കഴിയില്ല സർക്കാരിന്. അത്തരം ഇപ്പം പ്രിയപ്പെട്ട ഷാജർഖാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ രീതി നടപ്പിലാക്കി പല ഗവൺമെന്റുകളും പരാജയപ്പെട്ടു, തിരുത്തി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം എങ്ങനെ ഇത്ര ആധികാരികമായി ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നു? അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായി ഒരുക്കേണ്ട ഒരു പശ്ചാത്തലവും ഒരുക്കാതെ ഏതാണ്ട് ഞാൻ സിലബസിന്റെ കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ച് വെറുതെയല്ല, അടിസ്ഥാനപരമായ ഒരു വിഷയം പഠിക്കേണ്ട എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത പല സർവകലാശാലകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്, പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2 സെമസ്റ്റർ 3 സെമസ്റ്റർ ഒക്കെ സിലബസാണ്. അടുത്ത മാസം 2 തരാം, അത് കഴിഞ്ഞ് പിന്നീട് 2 തരാം എന്നതാണ്. നേരത്തെ
ഇവിടെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടുന്ന പോലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സിലബസ് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ വികൃതമായ ഒരു അന്തരീക്ഷം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്നു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇത് സംബന്ധിച്ച് കടന്നു വരാൻ വേണ്ടി പോകുന്നു. ഈ നാടിന്റെ ആകെ ഭാവിയെ ബാധിക്കുന്ന, ഈ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള പരിഷ്കാരമായ ഒരു പക്ഷേ ഈ പരിഷ്കാരം മാറിയേക്കാം. വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെയാണ് ഈ പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്നത്. മൂല്യനിർണ്ണയത്തിന്റെ അപാകതയെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. വലിയ പ്രതിസന്ധി ആ മേഖലയിൽ നേരിടാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എന്ത് സുതാര്യതയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള നമ്മുടെ കേന്ദ്രീകൃത സംവിധാനങ്ങളിലെല്ലാം തന്നെ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയാതെ മൂല്യനിർണ്ണയം ഉൾപ്പെടെ റിസൾട്ടുകൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇത്ര വിപുലമായ രീതിയിലേക്ക് അതിനെ വ്യാപിപ്പിക്കുമ്പോൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ച് ഈ ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. അല്ല, ഇനി ബോധപൂർവം അത്തരം എന്തെങ്കിലും അജണ്ടകൾ ഗവൺമെന്റ് സംബന്ധിച്ചുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിലെ കഴിവുള്ള ആളുകളുടെ ആരുടെ അഭിപ്രായം കേൾക്കാതെ, ഈ നേരത്തെ പറഞ്ഞ വിഷയ വിദഗ്ധരായ ആളുകളുടെ ഒരു തരത്തിലുള്ള അഭിപ്രായത്തെയും മാനിക്കാതെ ഇമാതിരി തട്ടിക്കൂട്ട് കുറെ സിലബസുകൾ തയ്യാറാക്കി കുറെ പാർട്ടിക്കാരായ ആളുകൾ ഇതെല്ലാം ഏൽപ്പിച്ചങ്ങ് നടത്തി മുന്നോട്ട് പോകാമെന്ന ധാരണയാണോ ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത്? അങ്ങനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു രീതി തന്നെയാണ് ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് തുടർന്നു പോകുന്നത്. എന്തായാലും കോളേജ് അധ്യാപകരായ അതിന്റെ എല്ലാ വശങ്ങളും മറ്റു വശങ്ങൾ ഉൾപ്പെടെ. അതെ, തീർച്ചയായും ദയവായി തുടരുക. ഇപ്പോൾ കോളേജ് അധ്യാപകനായ ഏഞ്ചലോ മാത്യു കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ഏഞ്ചലോ മാത്യു, എന്തായാലും 4 വർഷ ബിരുദത്തിന് സർക്കാർ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കുട്ടികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് ഗുണമായിട്ടാണോ ഭവിക്കുക, അല്ലെങ്കിൽ ദോഷമായിട്ടാണോ? അതോടൊപ്പം അധ്യാപകരെ സംബന്ധിച്ച് ശ്രീ ഏഞ്ചലോ മാത്യു കേൾക്കാമോ? ശരി, അദ്ദേഹത്തിലേക്ക് എത്താം. നമുക്കിപ്പോൾ വീണ്ടും ശ്രീ ഷാജിർ ഖാനിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ ഷാജിർ ഖാൻ, ഇഷ്ടമുള്ള വിഷയങ്ങളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് സ്വയം രൂപകൽപ്പന ചെയ്യാവുന്നതാണ് തരത്തിലാണ് ഈ ഒരു കരിക്കുലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ ഒരു സംശയമാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണമല്ലേ? കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാൻ സാധിക്കുന്ന കരിക്കുലം എന്ന് പറയുന്നത്. ശ്രീ ഷാജിർ ഖാൻ കേൾക്കാമോ? അതായത് ഈ ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാമെന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാണ്? നമ്മളൊരു ഏത് ഡിഗ്രി കോഴ്സിനാണ് നമ്മൾ ചേരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഇപ്പം മാനവിക വിഷയങ്ങളാണോ, അതല്ല ശാസ്ത്ര വിഷയങ്ങളിലാണോ, അതല്ല കൊമേഴ്സ് വിഷയങ്ങളിലാണോ എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കേണ്ടത്. അതിന്റെ മുൻകൂട്ടി ഒരു സിലബസ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ നമ്മളൊരു ഡിഗ്രി വിദ്യാഭ്യാസം സെലക്ട് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ആ കോഴ്സിന് ചേർന്നതിന് ശേഷം ആ കോഴ്സിൽ വ്യത്യസ്തങ്ങളായ പരസ്പര ബന്ധമില്ലാത്ത കോഴ്സുകളിലൂടെ കടന്നു പോവുകയും ഒടുവിൽ ഏതെങ്കിലും ഒരെണ്ണം അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യാം എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. അപ്പൊ എന്ന് പറയുന്നത് സമ്പൂർണമായ ഒരു അനിശ്ചിതാവസ്ഥ, അരാജകത്വം അതിനകത്ത് സൃഷ്ടിക്കപ്പെടും. സുനിശ്ചിതമായ ഒരു കോഴ്സ് സംവിധാനം അതിനകത്ത് ഉണ്ടാവില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അധ്യാപകരെ സംബന്ധിച്ചും പ്രശ്നമുണ്ട്. കാരണം ഇപ്പം ഭാഷാധ്യാപകർ ഇതിനെതിരെ സമരത്തിലാണ്. കാരണം ഭാഷാധ്യാപകരുടെ സമയം വെട്ടിക്കുറയ്ക്കപ്പെടുന്നു, കാരണം മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നു. അപ്പം ഇതിനകത്ത് മാനവിക വിഷയങ്ങളുടെ പ്രാധാന്യം ചുരുക്കപ്പെടുന്നു എന്ന പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി അധ്യാപക സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ എന്താ, നിങ്ങളുടെ തസ്തികകൾ തൽക്കാലം നിലവിലുള്ള അധ്യാപകരുടെ തസ്തിക സംരക്ഷിക്കാൻ ശ്രമിക്കാം എന്നാണ്. എന്ന് വെച്ചാൽ അടുത്ത വർഷങ്ങളിൽ, വരും വർഷങ്ങളിൽ ഈ അധ്യാപക തസ്തികകൾ ഉണ്ടാവില്ല, അത് അനാവശ്യമാണ്. ഇപ്പം കോളേജ് അധ്യാപകരായി പ്രവർത്തിക്കുന്ന അധ്യാപക തസ്തികകൾ ഇനി വരും വർഷങ്ങളിൽ വേണ്ടിവരില്ല. കാരണം കോഴ്സിന്റെ ഘടന മാറുന്നു, അതിന്റെ ഉള്ളടക്കം മാറുന്നു, അതിന്റെ സമീപനത്തിൽ മാറ്റം വരുന്നു. അപ്പോ അങ്ങനെയുള്ള അധ്യാപകരെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ PhD നെറ്റും ഒക്കെയുള്ള അധ്യാപകരെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ സങ്കല്പങ്ങളിൽ മാറ്റം വരുന്നു, അധ്യാപക സങ്കല്പങ്ങളിൽ മാറ്റം വരുന്നു, അധ്യാപക വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുന്നു, കരിക്കുലത്തിൽ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇപ്പൊ കരിക്കുലത്തിൽ വരുന്ന മാറ്റം അത് സിലബസിലും അധ്യാപന സമ്പ്രദായത്തിലും അത് വരുമ്പോ സ്വാഭാവികമായിട്ടും അധ്യാപകർ മാറും. അധ്യാപകർ മാറുക എന്ന് പറഞ്ഞാൽ അധ്യാപകർ ഗുണപരമായിട്ട് മാറുന്നു തെറ്റിദ്ധരിക്കണ്ട. കൂടുതൽ മികച്ച അധ്യാപകർ ഉണ്ടാകുമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. നിലവിൽ ഉള്ള അധ്യാപകർ പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടിവരില്ല
കാരണം അത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു. പിന്നെ ഈ സർവകലാശാല ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ റിസർച്ച് മേഖലകളിൽ ഇപ്പൊ വഹിക്കുന്ന പങ്കൊന്നും വഹിക്കേണ്ടി വരില്ല. കാരണം റിസർച്ച് മേഖല തന്നെ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതും ഇതിനകം വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. കാരണം അതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം കൂടി ഒറ്റ ഈ 4 വർഷത്തെ ഈ കോമ്പിനേഷനിൽ പെടുത്തി അവസാനിപ്പിക്കുക എന്നുള്ള തരത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ അത് ഫാർ റീച്ചിങ് ആണ്, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് സർവകലാശാല സിസ്റ്റത്തെ തന്നെ യഥാർത്ഥത്തിൽ ബാധിക്കും. സർവകലാശാല പ്രവർത്തിക്കണമെങ്കിൽ റിസർച്ച് മേഖല വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കണം, ഫലപ്രദമായിട്ട് പ്രവർത്തിക്കണ്ടേ. ആ റിസർച്ചിൽ ഒരു വിദ്യാർത്ഥി വരണമെങ്കിൽ റിസർച്ചിന് ആഭിമുഖ്യം ഉണ്ടാക്കുന്ന തരത്തിൽ ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ ആഴമാർന്ന പഠനം വേണം. എങ്കിലേ ഒരാൾ റിസർച്ച് തിരഞ്ഞെടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ റിസർച്ചിന് പോവില്ല. ഒരു പണി പഠിച്ചാൽ മതി, വളരെ പരിമിതമായ ലക്ഷ്യമേ ഉള്ളൂ. നേരത്തെ മുഖ്യമന്ത്രി ഇന്ന് ഇതിൽ പറഞ്ഞതുപോലെ അത്ര ഉള്ളെങ്കിൽ പിന്നെ അതിന്റെ പ്രാധാന്യം എന്താണ്, അതിലേക്ക് ആരാണ് പോകുക? അപ്പൊ വിദ്യാർത്ഥികൾ അവിടെ ബ്രേക്ക് ചെയ്യും, അവിടെ എക്സിറ്റ് പോയിന്റ് അന്വേഷിക്കും. ഒരു കാര്യം കൂടി, ഇപ്പോൾ തന്നെ കേരളത്തിലെ കോളേജുകളിൽ വിദ്യാർത്ഥികളില്ല. തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം, സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക ചുവടുവയ്പ് എന്ന രീതിയിലാണ് സർക്കാർ 4 വർഷ ബിരുദം അവതരിപ്പിച്ചത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് ഈ പദ്ധതിക്ക് ഇന്ന് സർക്കാർ തുടക്കമിട്ടതും. അത്തരത്തിൽ ആശയക്കുഴപ്പങ്ങൾക്ക് ഇട നൽകാതെ മുൻകരുതലുകൾ സ്വീകരിച്ച് കൃത്യമായി നടപ്പാക്കി 4 വർഷം ബിരുദം വിജയമാക്കാൻ സർക്കാരിന് സാധിക്കട്ടെ. നമ്മുടെ വിദ്യാഭ്യാസ മേഖല കുതിക്കട്ടെ. വാനോളം ആശംസകൾ. നമസ്കാരം. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി.